ആലോഷി ഒന്നുകൂടി ട്രൈ ചെയ്തു. ഫോൺ റേഞ്ച് ഇല്ലാത്തതുപോലെ നിൽക്കുകയാണ്. ഇച്ച എന്ത് പറ്റിയാവോ? കുട്ടികൾക്ക് എന്തെങ്കിലും? ചന്ദന സംശയിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് അതാണെങ്കിൽ നമ്മളെ വിളിക്കും, വേറെ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. ആലോഷി റൂമിലേക്ക് നടന്നു. കൂടെ ചന്ദനയും. മീറ്റിങ്ങിന് പോകാൻ റെഡിയായി ആലോഷി. ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആൽബിയുടെ ഫോൺ വന്നത്. സോറി ആലോഷി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചു ഞങ്ങൾ തിരിച്ച നാട്ടിലേക്ക്. പുലർച്ചെ 3 മണിക്കായിരുന്നു നാട്ടിൽ നിന്നും ഫോൺ വന്നത്. വല്യപ്പച്ചന് സീരിയസ് ആയി ICUലാണ്, അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞത്. അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ ഡോക്ടർ പറഞ്ഞു. മക്കളെ കിടക്കാൻ നേരം ചോദിച്ചിരുന്നു എന്നാണ് വല്യമ്മച്ചി പറഞ്ഞത്. അവിടെ എത്തും വരെ ആയുസ് കൊടുത്താൽ മതിയായിരുന്നു കർത്താവ്. മോനെ ഒരു നോക്ക് കാണിക്കാൻ. ആൽബിയുടെ ശബ്ദം ഇടറിയതുപോലെ തോന്നി ആലോഷിക്ക്. എത്ര മണിക്കാണേലും അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കാമായിരുന്നു ആൽബിച്ച. പോയിന്ന് റൂം പോയി പറഞ്ഞു. ഞാൻ കുറേ ട്രൈ ചെയ്തു, കിട്ടുന്നില്ലായിരുന്നു. സാരില്ല, നാട്ടിൽ വന്നിട്ട് കാണാം. ഞങ്ങളും രാത്രി പുറപ്പെടും, ഒന്നും സംഭവിക്കില്ല. ആൽബിച്ചൻ ധൈര്യമായിരിക്കെ. ആലോഷി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു. ആശ്വാസമായി. അവർ നാട്ടിലേക്ക് പോയി. ആൽബിച്ചനാണ് വിളിച്ചത്. വല്യപ്പച്ചന് സീരിയസ് ആയി മോനെ ചോദിച്ചിരുന്നുവെന്ന്. അവിടെ എത്തും വരെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ആൽബിച്ചൻ പറയുന്നത്. എന്തായാലും ക്രിട്ടിക്കലായിരിക്കുമല്ലോ. ആലോഷി ചന്ദനെ നോക്കി പറഞ്ഞു. ഈശ്വര, സന്തോഷിക്കാനായിട്ട് വന്നിട്ട് ദുഃഖത്തോടെ പോകേണ്ടി വന്നല്ലോ അവർക്ക്. വല്യപ്പച്ചന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ചന്ദന നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ശരി, ഞാൻ പോയിട്ട് വരാം. നമുക്കിന്ന് രാത്രിയാണ് ടിക്കറ്റും. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആര് വന്നാലും കതക് തുറക്കരുത്. എന്തെങ്കിലും തോന്നിയാൽ ഫോൺ എടുത്ത് റിസപ്ഷനിലേക്ക് വിളിക്കുക, അവർ എനിക്ക് കണക്ട് ചെയ്യും. പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൻ. ചന്ദനം വാതിലടിച്ച് ലോക്കാക്കി ഷെൽഫിൽ നിന്നും ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിൽ വെച്ചു. അവളുടെ മനസ്സിൽ പലവിധ ചിന്തകളും കടന്നുപോയി. ഓരോ അവസ്ഥയിൽ കൂടി യാത്ര ചെയ്യേണ്ടി വരുന്ന മനുഷ്യർ ഒടുവിൽ ശ്വാസം കിട്ടാതെ പിടയും. മരണത്തിൻ്റെ പിടിമുറുകുമ്പോൾ അതുവരെ വെട്ടിപ്പിടിച്ച് നേടിയതെല്ലാം ഉപേക്ഷിച്ച് തനിയൊരു മടക്കം. ചിന്തകൾ കാട് കയറിയപ്പോൾ അവൾ ബാൽക്കണിയിൽ പോയിരുന്നു. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടുകൊണ്ട് തിരക്കിൽ ഓടി നടക്കുന്ന മനുഷ്യർ. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഓരോരുത്തരും. തൻ്റെ കഴിഞ്ഞ കാലത്തേക്ക് മനസ്സുകൊണ്ട് യാത്ര പോയിരുന്നു ചന്ദന. ഓർമ്മയിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം തെളിഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞു അവളുടെ. എത്ര സമയം അവിടെ ഇരുന്നു എന്നറിയില്ല അവൾക്ക്. ആലോഷി തിരിച്ചു വന്ന് ബെല്ലടിച്ചപ്പോഴാണ് അവൾ ദിവാസ്വപ്നങ്ങൾക്ക് അവധി കൊടുത്തുകൊണ്ട് എഴുന്നേറ്റത്. കണ്ണുകൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്നു അവൾ. എന്നതാ, നീ കരയുമായിരുന്നോ? അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ. ഏയ്, ഞാൻ വെറുതെ ഓരോന്നാലോചിച്ചിരുന്നു പോയി. അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. ചന്ദന, കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്നലെ നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയി. നാളെ എന്താണ് നമുക്ക് വിധിച്ചതെന്നറിയില്ല. നമ്മളായിരിക്കുന്ന ഇന്നിൽ ജീവിക്കാൻ പഠിക്കാം. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇന്ന് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ജീവിക്കണം. ലാപ്ടോപ്പ് ടേബിളിൽ വെച്ചിട്ട് അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു അവൻ. അറിയായിച്ച, ഇച്ഛൻ്റെ കൂടെ ആയിരിക്കുന്ന ഈ നിമിഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്നും ഈ സ്നേഹം എന്നിൽ നിന്നും അടർത്തി മാറ്റരുതേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ആർക്ക് എന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ ചേർത്ത് പിടിക്കാൻ ഈ കരങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ ഞാൻ വീണു പോകില്ല. അവളുടെ വാക്കുകളിൽ ആത്മധൈര്യമുണ്ടായിരുന്നു. അതെ, ഇതാണ് വേണ്ടത്, ഈ വിശ്വാസം. അവളെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. അതെ, പെട്ടെന്ന് റെഡി വാ, വിശന്നിട്ട് വയ്യ. കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം നമുക്ക്. നാട്ടിലേക്ക് പോകുമ്പോൾ ചാരിമോൾക്ക് നല്ല ഡ്രസ്സ് നോക്കണം. പിന്നെ എല്ലാവർക്കും സാരി എടുക്കണം. ഇവിടെ നല്ല വിലക്കുറവിൽ കിട്ടും, നല്ല സെലക്ഷനുമായിരിക്കും, ആലോഷി പറഞ്ഞു. ചന്ദന പെട്ടെന്ന് റെഡിയായി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവർ ഡ്രസ് മാർക്കറ്റിൽ പോയി. ആദ്യമായാണ് അവൾക്ക് കാണുന്നത് ചന്ദന. അവളുടെ കണ്ണുകളിൽ വിരിയുന്ന ഭാവങ്ങൾ നോക്കി നിന്നു ആലോഷി. അവൻ തന്നെയാണ് ഓരോന്നും എടുത്തു കൊടുത്തത്. വൈകുന്നേരമായി തിരികെ റൂമിലെത്താൻ കുറച്ചു നേരം വിശ്രമിച്ച് രണ്ടുപേരും ഫ്രഷായി ബാഗെല്ലാം എടുത്ത് താഴേക്കിറങ്ങി. ആഹാരം കഴിച്ച് ടാക്സിയിൽ ബസ് സ്റ്റാൻഡിൽ പോയി. നീണ്ട ബസ് യാത്ര അവന് താല്പര്യമില്ലെങ്കിലും ബസ് യാത്ര ചന്ദനയ്ക്ക് ഏറെ ഇഷ്ടമാണെന്ന് പാലക്കാട് നിന്നും കയറിയപ്പോൾ അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് ബസ്സിലാക്കാമെന്ന് കരുതിയത്. സൈഡ് സീറ്റിലിരുന്ന് ചന്ദന അവളുടെ അടുത്തവനും. അവളുടെ കണ്ണുകളിൽ അത്ഭുതം വിടരുന്നത് നോക്കിയിരുന്നു അവൻ. പുറത്തെ ഓരോ കാഴ്ചകളും ആസ്വദിച്ചിരിക്കുകയാണ് ചന്ദന. അവൻ്റെ വലത്ത് കൈയിൽ 2 കൈ കൊണ്ടും പിടിച്ചാണ് അവളിരിക്കുന്നത്. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു അവൾക്ക്. അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് ഉറങ്ങി അവൾ. പിറ്റേ ദിവസം രാവിലെ അവർ എത്തി. അജു കാത്തു നിന്നിരുന്നു അവരെ. ഇജയ, യാത്രയൊക്കെ സുഖമായിരുന്നോ? അജു കുശലാന്വേഷണം നടത്തി. എല്ലാം സുഖമായിരുന്നു. പിന്നെ പോയ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ.
പോയ കാര്യങ്ങളെല്ലാം വിജയിച്ചു. എന്നത്തെയും പോലെയല്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായി. ഇനി സമാധാനത്തോടെ നിങ്ങളുടെ കല്യാണം കൂടണം. അതുവരെ ഒരു മീറ്റിങ്ങും യാത്രയുമില്ല. അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു അലോഷി. അതെ, ഇങ്ങനെ ഓടിപ്പടിഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ബിസിനസ്സിൻ്റെ നട്ടിൽ തന്നെ ഇച്ചായനാണല്ലോ, അജു പറഞ്ഞു. എല്ലാം നിങ്ങളും കൂടി പഠിക്കണം. എന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് കാരണം നാളെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ് നിങ്ങളെല്ലാവരും. കുടുംബവും ജീവിതവുമെല്ലാം ഇതുവരെ നടന്നതുപോലെയല്ല. അന്യനാട്ടിൽ നിന്നും 2 പെൺകുട്ടികളാണ് നമ്മുടെ നെല്ലിക്കാട്ടിൽ ഒരു ദിവസം വലതുകാൽ വെച്ച് കയറി വരുന്നത്. നമ്മുടെ ചിന്താഗതി ആയിരിക്കില്ല അവർക്ക്, സ്വാർത്ഥതയും ഉണ്ടാകാം. അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും തെറ്റിപ്പിരിയാതിരുന്നാൽ മാത്രം മതി. അലോഷി നെഞ്ചിൽ തട്ടിക്കൊണ്ടാണ് അതൊക്കെ പറയുന്നതെന്ന് ചന്ദനയ്ക്കും മജുവിനും മനസ്സിലായി. കെട്ടിക്കേറി വരുന്ന പെൺകുട്ടികൾ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ലല്ലോ. നമ്മളെങ്ങനെ അവരോട് പറയുന്നുവോ അതുപോലെ നടക്കും ഇച്ചയ, അജു പറഞ്ഞു. വണ്ടി നെല്ലിക്കാട്ടിലെത്തുമ്പോൾ എല്ലാവരും അവരെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വല്യമ്മച്ചി എഴുന്നേറ്റ് 2 പേരെയും നെറ്റിയിൽ ചുംബിച്ചു. 3 ദിവസമായതേയുള്ളൂവെങ്കിലും കുറേ ദിവസമായതുപോലെയാണ് തോന്നുന്നത്. എൻ്റെ മോളെ, നിന്നെ കാണാതെ എനിക്ക്, ചന്ദനയുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു വല്യമ്മച്ചി. ചാരു അലോഷി കൊടുത്ത കവറുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു. ചന്ദനയെ കണ്ടപ്പോൾ സൂസി അമ്മച്ചിയും ലിസി അമ്മച്ചിയും മുഖം വീർപ്പിച്ചത് ശ്രദ്ധിച്ചില്ല ചന്ദന. എല്ലാവർക്കും കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ കൊടുത്തു അലോഷി. അമ്മച്ചിമാരുടെ മുഖം തെളിഞ്ഞില്ലെങ്കിലും കാര്യമാക്കിയില്ല അവൻ. വില കൂടിയ ഒരു സാരി മാത്രം ബാഗിൽ മാറ്റിവെച്ചു അവൻ. അത് ആർക്കാണിച്ചയാ? നല്ല കളറാണ്, ചാരു ചോദിച്ചു. അത് ആർക്കായിരിക്കും? അലോഷി അവളെ കുസൃതിയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് എൻ്റെ ഏട്ടത്തിക്കായിരിക്കും അല്ലേ? ചന്ദനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചാരു പറഞ്ഞു. ടോപ്പുകളും ചുരിദാറുകളും എടുത്തതുകൊണ്ട് സാരി തനിക്ക് എഴുതിട്ടില്ല എന്നാണ് ചന്ദന വിചാരിച്ചത്. അതും അത്ര വില കൂടിയ സാരി. അതെ, ഇതെൻ്റെ പ്രിയതമ്മയ്ക്കുള്ളതാണ്. അലോഷി അതെടുത്ത് ചന്ദനയുടെ നിരക്ക് നീട്ടി. ഓ, അവൻ്റെ കെട്ടികൾക്കുള്ളതിൽ വില കൂടിയതും നല്ലതും, ബാക്കിയുള്ളവർക്ക് എല്ലാം പഴം തോണിയും. ചിരി കോട്ടിക്കൊണ്ട് ലിസിമേമ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നുവെങ്കിലും ഒന്നും മിണ്ടിയില്ല അലോഷി. ആരും ഒന്നും പറയണ്ട, എല്ലാവർക്കും അവൻ എടുത്തുകൊണ്ട് വന്ന് തന്നല്ലോ, അത് തന്നെ ധാരാളം. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക, അല്ലെങ്കിൽ വെച്ചിട്ട് പോവുക, വല്യമ്മച്ചി ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പറഞ്ഞു. റൂമിലേക്ക് പോയി അമ്മച്ചിമാർ. മോളെ ചാരു, കല്യാണത്തിന് ഇവർക്കെടുത്ത ഡ്രസ്സ് എടുത്തു കൊടുക്ക്, വല്യമ്മച്ചി പറഞ്ഞപ്പോൾ ചാരു വേഗം റൂമിലേക്ക് പോയി. 3 ജോഡി ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അതിൽ. ചന്ദന തുറന്നു നോക്കി. ഒട്ടും പുതുമ തോന്നാത്ത സാരികളായിരുന്നു അതിൽ. അലോഷി അത് കണ്ട് മുഖം ചുളിച്ച് എല്ലാവരെയും നോക്കി. ഇതൊക്കെ ആരാ പോയി എടുത്തത്? അവൻ്റെ സ്വരം വല്ലാതെ ഉയർന്നു പോയി. നെല്ലിക്കാടിനെ വിറപ്പിക്കുമാറ്. മോനെ, വല്യമ്മച്ചി വിളിച്ചു. അതൊക്കെ അമ്മച്ചിമാരും ചാച്ചന്മാരും ആൻറ്റിമാരും പോയി എടുത്തതാണ്. എനിക്ക് ഇച്ചായും വന്നിട്ട് മതിയെന്ന് പറഞ്ഞു ഞാൻ, ചാരു പറഞ്ഞു. അമ്മച്ചി, ഊറൊക്കെ വിളിച്ചു അവൻ. സൂസി അമ്മച്ചി റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. നിന്റെ ഭാര്യയ്ക്ക് അവളുടെ വിലക്കനുസരിച്ച് സാരിയാണ് എടുത്തത്. ഹോട്ടലിൽ കിടന്നവൾക്ക് ഇതൊക്കെ ധാരാളം. സൂസി അമ്മച്ചി പറഞ്ഞു കേട്ടപ്പോൾ കലി കൊണ്ട് ടീപ്പോയിലിരുന്ന ഫ്ലവർ പോട്ട് എടുത്ത ചുമരിൽ ആഞ്ഞെറിഞ്ഞു അലോഷി. അവൻ്റെ മുഖം സൂര്യനെ പോലെ ചുവന്നു. ചന്ദനൻ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. എല്ലാവരും ഭയത്തിൽ അവനെ നോക്കി. മോനെ അല്ലു, വല്യമ്മച്ചി അവൻ്റെ കയ്യിൽ പിടിച്ചു. എൻ്റെ ഭാര്യ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ചന്ദന അവിടെ മുഖത്തേക്ക് വലിച്ചെറിയത്. നിനക്ക് വേണ്ടത് ഞാൻ വാങ്ങിത്തരും, അലറിക്കൊണ്ട് പറഞ്ഞു അവൻ. വേണ്ടിച്ച, ഇത് മതി. എന്തായാലും പുതിയതല്ലേ, എനിക്ക് ആദ്യമായി അമ്മച്ചിമാർ എടുത്തു തന്നതല്ലേ, എത്ര വില കുറഞ്ഞതാലും സാറില്ല, ചന്ദന വാക്കുകൾ പെറുക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അലോഷി ബലമായി കവർ വാങ്ങി അവിടെ വെച്ചുകൊണ്ട് ചന്ദനയുടെ കൈയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയിട്ടും അവൻ്റെ ദേഷ്യം ശമിച്ചിരുന്നില്ല. അവളുടെ കയ്യിലെ പിടിവിട്ട് അകത്തേക്ക് കയറി അവളെയും വലിച്ച് അകത്തേക്ക് കയറ്റി ഡോർ വലിച്ചടിച്ച് ചുമരുകൾ കുലുങ്ങുമാറ്. അവൻ്റെ ഭാവം കണ്ട് ചന്ദന ഞെട്ടിത്തെരിച്ചു. ഇച്ഛാ, വിക്കിക്കൊണ്ട് വിളിച്ചു അവൾ. അവളെ കത്തുന്നൊരു നോട്ടം നോക്കി അവൻ. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതിയെന്ന്. മുഖത്തേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. ഇങ്ങനെ ഇങ്ങോട്ട് പെരുമാറുമ്പോൾ അതേപോലെ തിരിച്ചങ്ങോട്ടും പെരുമാറിയാൽ മതി. നീ വലിയ മദർ തെരേസയൊന്നും ആകണ്ട. ഇവിടെ ആടെയും 5 പൈസ ചിലവിലല്ല നീ താമസിക്കുന്നത്. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് നീ അടക്കം ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും ശരീരത്ത് കാണുന്നത്. എൻ്റെ ഓടിപ്പാച്ചിൽ കൊണ്ടാണ് ഇന്ന് നെല്ലിക്കാട്ടിൽ കാണുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം വന്നത്. ആരുടെ മുന്നിൽ തല കുനിക്കില്ല ഞാൻ. എൻ്റെ ഭാര്യയും അങ്ങനെ ആവണം, അതാണ് എൻ്റെ ആഗ്രഹം. ഒന്ന് നിർത്തി അവളെ നോക്കിയവൻ. നീ പേടിച്ച് നിന്നിട്ടും മിണ്ടാതെ നിന്നിട്ടും ഒരു കാര്യമില്ല. എല്ലാവരും നിന്റെ തലയിൽ കയറി നിരങ്ങും, സമ്മതിക്കില്ല ഞാൻ. നീ ഈ വീട്ടിലെ അലോഷി അലക്സ് നെല്ലിക്കാടിൻ്റെ ഭാര്യയാണ്, നെല്ലിക്കാട്ടിലെ മൂത്ത മരുമകൾ. ആ സ്ഥാനം വന്ന് കയറുന്നവരും നിനക്ക് തരണം ഈ വീട്ടിൽ. ഇവിടെയുള്ളവർ നിലയ്ക്ക് നിന്നാലേ അത് നിനക്ക് കിട്ടും, അല്ലെങ്കിൽ അവരും നിന്നെ ഇതുപോലെ കാണും. സഹിക്കാൻ കഴിയില്ല ചന്ദന എനിക്ക്. നിന്റെ കണ്ണുകൾ നിറയാൻ ഇനി ഞാൻ സമ്മതിക്കില്ല.
അത്രയ്ക്ക് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ട് ഇരു കൈകൾ കൊണ്ടും കവിളുകളിൽ പിടിച്ചുകൊണ്ട് അവളുടെ മിഴി ആഴങ്ങളിലേക്ക് നോക്കി പറഞ്ഞു അവൻ. തേങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ. എനിക്ക് ഈ സ്നേഹം മാത്രം മതി ഈച്ച. ആരെന്നെ കുറ്റപ്പെടുത്തിയാലും താഴ്ത്തി കെട്ടിയാലും എൻ്റെ ഈച്ചൻ എന്നെ കൈവഴി തിരുന്നാൽ മാത്രം മതി. ഈ നെഞ്ചിലച്ചയോട് മാത്രം മതി എനിക്ക് ഈ ജീവിതകാലം മുഴുവനും കഴിയാൻ. സ്വത്തും മുതലൊന്നും ആഗ്രഹിച്ചില്ല ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്കൊരു സ്ഥാനവും വേണ്ട ഇച്ചയ. ഒന്നുമില്ലാതെ ഇരുന്നാൽ എനിക്ക് തലച്ചായ്ക്കാൻ ഒരിടവും കഴിക്കാൻ അന്നവും തന്നവരാണ് ഈ വീട്ടിലുള്ളവർ. ഒരാൾ പോലും ഇച്ചയൻ പറഞ്ഞതിനെ എതിരെ പറയാതെ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതിച്ചല്ലോ. അതുതന്നെ ഇവിടെയുള്ളവരുടെ നല്ല മനസ്സ്. വാക്കുകൾ ഇടറിപ്പോയി അവളുടെ കണ്ണുനീർ വീണ് അവൻ്റെ നെഞ്ചു പൊള്ളി. പാടില്ല ചന്ദന, നീ എത്ര താഴ്ന്നുവോ അത്രമേൽ നിന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും ഇവിടെയുള്ളവർ. അത് സഹിക്കാൻ എനിക്കാവില്ല, ക്ഷമിക്കാനും. നീ എൻ്റെ പെണ്ണായി ഈ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം. അവളെ ചേർത്ത് പിടിച്ച് നെറുകിൽ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. പോക്കറ്റിൽ കിടന്ന ഫോൺ അടിച്ചപ്പോൾ അവളെ ഒരു വശത്തേക്ക് നീക്കി നിർത്തി ഫോൺ എടുത്തു അലോഷി. ആൽബിസിനാന്നല്ലോ പറഞ്ഞിട്ട് കോൾ ബട്ടൺ നീക്കി. ഹലോ ആൽബിച്ച, ഞങ്ങൾ വീട്ടിലെത്തിയതേയുള്ളൂ. എന്നതായി ഹോസ്പിറ്റൽ? ഫോൺ എടുത്ത പടയെ അലോഷി ചോദിച്ചു. പോയട ഉവേ, ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മക്കളെയും ഞങ്ങളെയും ഒക്കെ ഒന്നും നോക്കി സംസാരിക്കാനൊന്നും പറ്റിയില്ല. കർത്താവ് ഭൂമിയിൽ വസിക്കാനുള്ള സമയം അനുവദിച്ചത് തീർന്നു. ആൽബിയുടെ സ്വരം കാതിൽ പതിഞ്ഞു അലോഷിയുടെ. എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ ആൽബിച്ച, ഞാനിപ്പോൾ വരാം. അലോഷി പറഞ്ഞപ്പോൾ ആൽബി വിലക്കി. ഇപ്പോൾ ഹോസ്പിറ്റലാണുള്ളത്. ഇവിടുത്തെ ഇടപാടുകൾ കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. കുറേ നേരം കൂടി കഴിയും വരാൻ. നീ വീട്ടിലേക്ക് വന്നാൽ മതി. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വിളിക്കാം. അടക്കം നാളെയാണ്. സിസിലി ചേച്ചിയുടെ ഭർത്താവ് ബിസിനസ് ആവശ്യത്തിന് പോയേക്കുവാണ്. അളിയൻ നാളെ കാലത്തെത്തും. സമയം കുറച്ചുകൂടി കഴിഞ്ഞ് തീരുമാനിക്കും. ആൽബി പറഞ്ഞപ്പോൾ അലോഷി ശരിയെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അവൻ്റെ സംസാരത്തിൽ നിന്നും വല്യപ്പച്ചൻ മരിച്ചെന്ന് മനസ്സിലായി അവൾക്ക്. ചന്ദ്ര, എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം. എന്തേലും അടക്കം നാളെയാ. നിന്നെ നാളെ കൊണ്ടുപോകാം. ഞാൻ കുളിച്ചേച്ചും പോകട്ടെ. പറഞ്ഞിട്ട് ഡ്രസ്സും ടവലും എടുത്ത് അലോഷി കുളിക്കാൻ കയറി. ചന്ദന ബെഡിലിരുന്നു. അവളുടെ മനസ്സിൽ അപ്പോഴും അമ്മച്ചിമാരുടെ സംസാരമായിരുന്നു. അവരൊക്കെ തന്നെ വല്ലത് വെറുക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ താൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടാവാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒന്നുമല്ലല്ലോ നടക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് താൻ ഇവിടെ വരെ എത്തിയത്. അപ്പോഴാണ് അവളുടെ കണ്ണുകൾ ബെഡിൽ കിടക്കുന്ന ഫോണിൽ ഉടക്കിയത്. തൻ്റെ ഫോണാണ്. പ്രതീക്ഷിക്കാതെ യാത്ര പോയത് കൊണ്ട് ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ എടുത്ത് ചാർജിലിട്ടു. കുളിച്ചും മാറുന്ന ഡ്രസ്സും എടുത്ത് കുളിച്ചിറങ്ങിയപ്പോൾ അവളും കുളിക്കാൻ കയറി. ഫ്രഷായി തിരികെ വരുമ്പോഴേക്കും അലോഷി പോകാൻ റെഡിയായിരുന്നു. ഞാൻ പോയിട്ട് വരാം. അടുക്കളയിൽ എന്ത് പണിയുണ്ടെങ്കിലും നീ അങ്ങോട്ട് പോകരുത്. ഞാൻ വരുന്നത് വരെ ഇവിടെ ഉണ്ടാകണം. ചാരുമോളെ ഞാൻ ഇവിടേക്ക് വിടാം. അലോഷി പറഞ്ഞിട്ട് വാശുമെടുത്ത് കയ്യിൽ കെട്ടി. ഇച്ച പോയിട്ട് വാ, ചന്ദന പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ പോയിട്ട് വരാം. നീ ഇനി താഴേക്ക് വരണ്ട. അവൻ്റെ പിന്നാലെ നടക്കാൻ ഒരുങ്ങിയ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ. അതും പറഞ്ഞ് അവൻ താഴേക്ക് പോകുന്നത് നോക്കി നിന്ന് ചന്ദന വല്യമ്മച്ചിയുടെ റൂമിൽ പോയി വല്യപ്പച്ചനോടും വല്യമ്മച്ചിയോടും കാര്യം പറഞ്ഞു. ചെത്തിമരത്തെ വീട്ടുകാരെ അവർക്കും അറിയുന്നതാണ്. ഒന്ന് പോയി കണ്ടേച്ച് വരേണ്ടതായിരുന്നു മോനെ. എന്നതായാലും അടക്കം നാളെയല്ലേ, നാളെ പോകാം. നീ പോയേച്ചും വാ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു അവൾ. വല്യപ്പച്ചൻ നെടുവീർപ്പോടെ പറഞ്ഞു. അത് നാളെ പോകാം വല്യപ്പച്ച, ഞാൻ കൊണ്ടുപോകാം. ആൽബിസിനെ ഒന്ന് സഹായിച്ചിട്ട് ഞാൻ വരാം. പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു അവൻ. ചാരു എന്തോ എഴുതുകയായിരുന്നു അപ്പോൾ. ചാരുമോളെ, വിരോധമില്ലെങ്കിൽ ചന്ദനയ്ക്കൊന്ന് കൂട്ടിരിക്കോ. ഞാൻ വരുന്നത് വരെ അവളുടെ മനസ്സാകെ അസ്വസ്ഥമാണ്. അലോഷി ചാരുമോളെ നോക്കി പറഞ്ഞു. അതിനെന്ത് ഇച്ഛായ, ഞാൻ പൊയ്ക്കോളാം. ഇതുകൂടി എഴുതിയിട്ട് പോകാം. ഇച്ഛയും ധൈര്യമായിട്ട് പോയിട്ട് വാ. ചാരു പറഞ്ഞപ്പോൾ ആശ്വാസമായി അവന്. ബുള്ളറ്റിൻ്റെ കീ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ. സീറ്റോട്ടിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പച്ചനും പാപ്പനും. അലോഷി അവരോടും കാര്യം പറഞ്ഞു. ഞാൻ വരണോ? അപ്പച്ചൻ ചോദിച്ചു. നാളെ പോകണമെന്ന് വല്യപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. അടക്കം നാളെയാണ്. അവർക്ക് ആരൊക്കെ വരാനുണ്ടെന്ന് തോന്നുന്നു. അലോഷി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഓഫീസിൽ പോകും വഴി കയറാം, അപ്പച്ചൻ പറഞ്ഞു. അലോഷി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. ആദ്യം പോയത് ഓഫീസിലേക്കാണ്. അത്യാവശ്യമായി ബാങ്കിലേക്കുള്ള ചെക്കെല്ലാം ഒപ്പിട്ട് വെച്ചു. ഫയലുകളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കി. അപ്പോഴേക്കും അജുവും വന്നിരുന്നു. അജുവിനോടൊന്നും സംസാരിക്കാൻ തോന്നിയില്ല അവന്. അവനും കൂടി പോയിട്ടാണല്ലോ ഡ്രസ്സ് എടുത്തത് എന്നതായിരുന്നു അലോഷിയുടെ മനസ്സിൽ. അലോഷിയുടെ അകൽച്ച മനസ്സിലായി അജുവിന്. ഇച്ചയ, എന്നോട് ദേഷ്യം കാണുമെന്നറിയാം. ഞാൻ പോയില്ല ഡ്രസ്സ് എടുക്കാൻ. കുറേ ഡ്രസ്സും സാരിയും ഒക്കെ നോക്കാനുള്ളത് കൊണ്ട് ഓഫീസിൽ പിന്നെ ഇച്ചയനുമില്ലല്ലോ. ലില്ലിക്കുട്ടിക്കുള്ള മന്ത്രകോടി സെലക്ട് ചെയ്ത് ഞാൻ പോന്നു. പിന്നെ എല്ലാം എടുത്തത് അമ്മച്ചിമാരും ആൻറ്റിമാരും എല്ലാവരും കൂടെയാണ്.
ഞാനിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഏട്ടത്തേക്ക് മറ്റുള്ളവർക്ക് എടുക്കുന്നത് പോലെ എടുക്കാമായിരുന്നുള്ളൂ. വീട്ടിൽ വന്നിട്ടും ഞാൻ കണ്ടില്ല ഏട്ടത്തിൻ്റെ ഡ്രസ്സുകൾ. അജു ക്ഷമാപണത്തോടെ പറഞ്ഞു. അപ്പോഴാണ് ആ രക്തത്തിൽ അജുവിന് പങ്കില്ലെന്ന് മനസ്സിലായത് അലോഷിക്ക്. എല്ലാവരും കരുതിക്കൂട്ടി അവളെ പുറത്താക്കുന്നത് പോലെ തോന്നിയട എനിക്ക്. അവളൊരു പാവാണ്. ആരോടും പരിഭവവുമില്ല, പരാതിയുമില്ല. കിട്ടുന്നത് തന്നെ കൂടുതലാണെന്നുള്ള ഭാവം. അത് മുതലെടുക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. അജുവിൻ്റെ തോൾ തട്ടി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു അവൻ. എൻ്റെ ഭാഗത്തുനിന്നും ഏട്ടത്തിക്ക് ഒരു വിഷമവും ഉണ്ടാകില്ല. അലോഷിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അജു. ഉണ്ടാവരുത്, ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ചെത്തിമറ്റം വരെ ഒന്ന് പോകണം. ഞാനൊന്ന് പോയിച്ച് വരാം പറഞ്ഞുകൊണ്ട് ഓഫീസിൽ നിന്നും ഇറങ്ങി അലോഷി.